മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം എല്ലാവരും പോയി കഴിഞ്ഞു. ഭൂമിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. കാറിലും മറ്റുമായിട്ട് അച്ഛൻ്റെ ഓർമ്മകളെല്ലാം എല്ലാ സ്ഥലങ്ങളിലും അവൾ ഓടി നടക്കാണ്. അച്ഛൻ മരിച്ചു എന്ന് പോയിന്ന് അവൾക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഈ ലോകത്ത് ഏറ്റവും അധികം ഭൂമി ഇഷ്ടപ്പെട്ടിരുന്നത് തൻ്റെ അച്ഛനെ ആയിരുന്നല്ലോ. ഒരു അരമണിക്കൂർ മുമ്പേ പോലും തൻ്റെ അച്ഛനെ കണ്ടുപോയിട്ട് തിരികെ വന്നപ്പോൾ അച്ഛനാത്തൊരവസ്ഥ, അത് ചിന്തിക്കാൻ കൂടി പറ്റാത്തൊരവസ്ഥയാണല്ലോ. അങ്ങനെ അവിടുന്ന് ഭൂമി നേരെ സ്റ്റേഷനിലേക്കാണ് പോണത്. അവിടുന്ന് തൻ്റെ അമ്മയെ വിട്ടു തരണമെന്ന് കരഞ്ഞ് കാല് പിടിച്ച് അജയോട് അഭ്യർത്ഥിക്കുകയാണ്. അജയ് പറയുന്നുണ്ട്, ഭൂമി എനിക്കൊന്നും ചെയ്യാനാവില്ല, നീ തന്നെ കണ്ടതല്ലേ, ഞങ്ങൾ എല്ലാവരും സാക്ഷികളാ. ആ ചടങ്ങിനെത്തിയിട്ടുള്ള നാട്ടുകാരും ബന്ധുക്കളും ഞങ്ങളും എല്ലാവരും സാക്ഷികളാണ്. നിന്റെ അമ്മയാണ് അച്ഛൻ്റെ പുറത്ത് കുത്തിയിരുന്ന കത്തി വലിച്ചൂരിയത്. കത്തി വലിച്ചൂരിയതല്ലേ കണ്ടുള്ളൂ, കുത്തിയത് നിങ്ങൾ ആരും കണ്ടില്ലല്ലോ. പിന്നെ എങ്ങനെ എൻ്റെ അമ്മയാണ് കുലകാരി എന്ന് പറയാൻ പറ്റും എന്ന് ചോദിക്കുമ്പം ഭൂമി, ഫോറൻസിക് റിപ്പോർട്ടെല്ലാം വന്നു. അവിടെ നിന്റെ അമ്മയുടെ അച്ഛനും നിന്റെ അല്ലാതെ മറ്റാരുടെ ഫിംഗർ പ്രിൻറ്റ്സ് ഇല്ല. മറ്റൊരു പുറത്തു നിന്നൊരാളുടെ ഫിംഗർ പ്രിൻറ്റ്സ് അവിടെ കാണാൻ പോലുമില്ല. അത് മാത്രമല്ല, മരിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ അമ്മ എഴുതി വെച്ചൊരു കുറിപ്പായി കിടക്കുന്നത് ഇത് നോക്ക് നീ. കൊല്ലുന്നതിന് മുമ്പായിട്ട് നിന്റെ അമ്മ എഴുതി വെച്ച ഒരു കുറിപ്പായെന്നും പറഞ്ഞിട്ട് ആ കുറിപ്പ് കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അത് കണ്ട് ഭൂമി ഞെട്ടിപ്പോവാണ്. ഇല്ല, എൻ്റെ അച്ഛനെ അങ്ങനെയൊന്നും മദ്യപിക്കില്ല. അത് മാത്രമല്ല, അമ്മ ഒരിക്കലും എൻ്റെ അച്ഛനോട് അങ്ങനെ ചെയ്യില്ല. ഈ അമ്മയ്ക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം എൻ്റെ അച്ഛനെ തന്നെയാണ്. ഞങ്ങൾക്ക് 3 പേർക്കും ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് എന്നൊക്കെ ഭൂമി പറഞ്ഞ് കരയുന്നുണ്ട്. അപ്പോൾ അജയ് പറയാണ്, ഭൂമി ഇത്രയും പേര് സാക്ഷിയാണ്, തെളിവുകളാണല്ലോ പ്രധാനം. കഥ കടച്ചിട്ട് രണ്ടുപേരും തമ്മിൽ അടിയുണ്ടാക്കുന്നത് എല്ലാവരും കേട്ടു. എൻ്റെ മുത്തശ്ശിയും അതുപോലെ സത്യദാസ് സാറും അങ്കിളും അങ്ങനെയുള്ള എല്ലാവരും ഈ വഴക്ക് ബഹളം കേട്ടതാ. നാട്ടുകാർ മുഴുവനും കേട്ടതാ. അവർ തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു. നിങ്ങളെ ഞാൻ കൊല്ലുമെന്നൊക്കെ നിങ്ങളുടെ അമ്മ വിളിച്ച് പറഞ്ഞത് എല്ലാവരും കേട്ടു ഭൂമി. എല്ലാവരും മൊഴി പറയും. അപ്പോൾ പിന്നെ നിന്റെ അമ്മയ്ക്ക് രക്ഷപ്പെടാനാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താ അമ്മ ഞാനേ കേൾക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭൂമി പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നാട്ടുകാരായ കുറച്ച് പേരെ അജയ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാം കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരോടെല്ലാം ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, അതെ ഞങ്ങൾ കേട്ടതാ. ഫംഗ്ഷന് കുറച്ചു മുമ്പായിട്ട്, അതായത് ഈ അപകടം നടക്കുന്നതിന് 2-3 മിനിറ്റ് മുമ്പായിട്ടാണ് ഈ ഭൂമിയുടെ അമ്മ അംബിക ഉറക്കെ വിളിച്ചു പറഞ്ഞത്, നിങ്ങളെ ഞാൻ കൊല്ലും, നിങ്ങൾ മദ്യപാനിയാ, മദ്യപിച്ച് നിങ്ങൾ കുടുംബം നശിപ്പിച്ചു, ഇനി നിങ്ങളെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ബഹളം വെക്കുന്നത് കേട്ടു. ആ സമയത്ത് ഭൂമിയുടെ അച്ഛനാണെങ്കിൽ എങ്കിൽ കൊല്ലടി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കുന്ന സൗണ്ട് ഞങ്ങളെ കേട്ടാന്ന് പറയുമ്പം, അല്ല ഇവർ പറഞ്ഞൊക്കെ കള്ളാണ്, അങ്ങനെയൊന്നും ഇല്ലെന്നൊക്കെ പറയുമ്പം അജയ് പറയുന്നുണ്ട്, ഭൂമി ഈ പറഞ്ഞതെല്ലാം സത്യമാണ്. എൻ്റെ മുത്തശ്ശിയും എൻ്റെ അമ്മയും എല്ലാവരും കേട്ടതാ. ഈ കാര്യങ്ങളെല്ലാം ഇവർ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് പറയുന്നുണ്ട്. ഭൂമി അപ്പോൾ പൊട്ടിക്കറിയാണ് കേട്ടോ. അപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നുണ്ടേ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചു നോക്കിയിട്ട് അജയ് പറയുന്നുണ്ട്, നീ എന്താ പറഞ്ഞത്, നിന്റെ അച്ഛൻ മദ്യപിക്കില്ലെന്നോ? എങ്കിൽ നോക്ക്, ഫോറൻസിക് റിപ്പോർട്ടിൽ നിന്റെ അച്ഛൻ മദ്യപിച്ചിട്ടുണ്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്റെ അച്ഛൻ മദ്യപിച്ചിട്ടുണ്ടെന്നാണ് റിസൾട്ട് വന്നിരിക്കുന്നത് എന്ന് പറയുന്ന കേൾക്കുന്ന ഭൂമി ആകെപ്പാട് തകർന്നു പോവാണ്. എന്താ അമ്മ ഇതെല്ലാം, എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുമ്പം, മോളെ ഞാനല്ല അച്ഛനെ കൊന്നത് എന്ന് പറയുമ്പോൾ, പിന്നെ എങ്ങനെയാ അമ്മേ ആ കുറിപ്പ് വന്നത്? അത് അമ്മയുടെ കൈവശം തന്നെയാണല്ലോ എന്ന് പറയുമ്പം, അത് ഞങ്ങൾ അന്ന് ദിവസത്തിന് നടത്താൻ വേണ്ടി ഒരു നാടകം എഴുതി വെച്ചിരുന്നു, അതിന് ഡയലോഗാത് എന്ന് പറയാണ്. കേട്ടോ സാറേ കേട്ടോ, എൻ്റെ അമ്മ ഒരു നാടക നടിയാ, അന്നത്തെ സ്കിറ്റിന് വേണ്ടി അവർ തയ്യാറാക്കി വെച്ചിരുന്ന കുറിപ്പാത് എന്ന് പറയുന്നുണ്ട്. എല്ലാവരും വന്നിരിക്കുമ്പോൾ ഒന്നുകൂടി റിഹേഴ്സൽ ചെയ്യാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ആ ഒരു സ്കിറ്റും എടുത്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ആ സമയത്ത് ഞങ്ങളെ കൂടാതെ 3ാമതൊരാൾ കൂടി അവിടെ വന്നു സാർ. മുഖത്ത് മാസ്ക് ഒക്കെ ധരിച്ച ഒരാളായിരുന്നു. കട്ടിലടിയിൽ അയാൾ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. അയാളാ എന്നെ പിടിച്ച് തള്ളിയത്. ആ ഷോക്കിൽ എൻ്റെ ബോധം പോയി. പിന്നീട് ഞാൻ കണ്ണു തുറന്ന് നോക്കുന്നത് നിങ്ങളൊക്കെ കഥ അടിക്കുന്ന സൗണ്ട് കേട്ടാ. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ അച്ചേട്ടനെ അയാളെ കുത്തി നിർത്തിയിരിക്കുന്നതാ. ഞാൻ പോയ കത്തി വലിച്ചു വരുമ്പോഴാ നിങ്ങളൊക്കെ കയറി വീഴുന്നത്. സംഭവിച്ചതാണ് എന്ന് പറയുമ്പോൾ അജയ് പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും തെളിവുകളെല്ലാം ഭൂമിയുടെ അമ്മയ്ക്കെതിരാണ്. എന്താണെങ്കിലും ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. നന്നായി അന്വേഷിച്ചിട്ട് മാത്രമേ ഈ കേസ് എത്രയും പെട്ടെന്ന് കോടതിയിലേക്ക് ഹാജരാക്കണം. അതിനു മുമ്പേ ഭൂമിയുടെ അമ്മ എന്തൊക്കെ പറഞ്ഞ റിമാൻഡിലായിരിക്കും എന്ന് പറയുമ്പം രക്ഷിക്കാൻ ഒരു മാർഗമില്ലേ എന്ന് ചോദിക്കാണ്. സോറി ഭൂമി, ഒരു മാർഗവും ഇല്ല.
കാരണം ഭൂമിയുടെ അമ്മ കൊലപാതകം ചെയ്യുന്നതായിട്ട് ഞാനും അതുപോലെ ഈ നിൽക്കുന്ന പോലീസുകാരും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കണ്ടതാണ്. ഇത്രയും സാക്ഷികളും ഇത്രയും സാക്ഷി മൊഴികളും ഉള്ളപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാനാവില്ല ഭൂമി, എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അജയ് പോകുമ്പം ഭൂമി പൊട്ടിക്കരയാണ് കേട്ടോ. അങ്ങനെ ഭൂമിക്ക് വേറെ നിവൃത്തിയില്ലാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. എൻ്റെ മോളോട് ഒറ്റയ്ക്കാ സാറേ എന്നും പറഞ്ഞുകൊണ്ട് പാവം അംബിക ആ സെല്ലിൽ കിടന്നുകൊണ്ട് കരയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഭൂമി നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ പോയിട്ട് ആ വാതിപ്പടിയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മകളുള്ള ആ വീട് അതാണെങ്കിൽ പോലീസുകാരിപ്പം സീൽ ചെയ്തിരിക്കുകയാണ് കേട്ടോ. വീട് പൂട്ടി സീൽ ചെയ്തു. തനിക്ക് ഡ്രസ്സൊന്ന് മാറി കൊടുക്കാൻ പോലും ഒരു ഡ്രസ്സ് പോലും ഇല്ല കേട്ടോ. എല്ലാം അതിനുള്ളിലാണല്ലോ. അങ്ങനെ ഭൂമി ആകെപ്പാടെ സങ്കടപ്പെട്ട് വിഷമിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണം ഇനി എന്താണ് മുമ്പിലോട്ടുള്ള പോകും വഴി ഒന്നും അറിയാതെ പാവം കരഞ്ഞു തളർന്ന് അവിടെ ഇരിക്കുകയായിരിക്കും. അവളുടെ ഏറ്റവും അവൾക്ക് ഇഷ്ടമുള്ളത് അച്ഛനായിരുന്നല്ലോ. ആ അച്ഛനും പോയി. ഇതായിപ്പോ അമ്മ ജയിലിലും. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം മാറി മറിഞ്ഞു. തലേ ദിവസം കൂടി എത്ര സന്തോഷത്തിലായിരുന്നു അച്ഛനും അമ്മയും ഞാനും എന്നൊക്കെ ഇങ്ങനെ ഓർക്കാണ് കേട്ടോ. അങ്ങനെ അവിടെ കരഞ്ഞളന്നിരിക്കുമ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് മീനാക്ഷി വരുന്നത്. മോളെ എഴുന്നേറ്റ് വാ എന്ന് പറയുമ്പം ചേച്ചി ഞാൻ എങ്ങോട്ടും ഇല്ല എന്ന് പറയാണ്. കരഞ്ഞു തളർന്ന് മോളിലിടുന്നിട്ട് എന്തെടുക്കാനാ, ഇങ്ങോട്ട് വന്നേ ഞാൻ പറയട്ടെ. ഇല്ല ചേച്ചി ഞാൻ എങ്ങോട്ടും ഇല്ല എന്നും പറയുമ്പോഴേക്കും മീനാക്ഷിനെ കെട്ടിപ്പിടിച്ച് ഭൂമി കരയാണ്. മോളെ എനിക്കറിയാം എൻ്റെ മോടെ അവസ്ഥ. ആ ചേട്ടൻ്റെ മോള് എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് ഈ മീനാക്ഷി ചേച്ചിക്ക് അറിയാം. മോളുടെ അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് നമുക്ക് ഉറപ്പാ. ഇതിനിടയ്ക്ക് എന്തൊക്കെയോ കള്ളത്തിലുള്ള രഹസ്യമൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി തെളിഞ്ഞു വരണം. മോള് തൽക്കാലം എൻ്റെ വീട്ടിലോട്ട് വാ. ഇവിടെ എന്തായാലും ഇപ്പോൾ താമസിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയാണ്. ഞാൻ എങ്ങോട്ടും ചേച്ചി, എനിക്ക് എങ്ങോട്ടും പോകണ്ട. എൻ്റെ അച്ഛൻ ഉറങ്ങുന്ന വീടായത്. എൻ്റെ അമ്മയും അച്ഛനും ഞാനും ഇന്നലെ വരെ സന്തോഷമായിട്ട് ഓടിച്ചേട് നടന്ന വീടായത്. ഇന്നലെ രാത്രി അത്താഴം കഴിച്ചപ്പോഴുകൂടി അച്ഛൻ പറഞ്ഞതാ ഇത് ലാസ്റ്റ് അത്താഴമാണെന്ന്. അതിങ്ങനെയായിരിക്കുമെന്ന് ഒരിക്കലും കരുതില്ല ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ മീനാക്ഷിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഭൂമി. സാരില്ല മോളെ, കരയാതെ വാ, എൻ്റെ കൂടെ വാ, നമ്മുടെ വീട്ടിലേക്ക് പോകാം. അവിടെ പോയി ആഹാരം കഴിക്കണം, കുളിക്കണം. വേണ്ട ചേച്ചി, എനിക്കൊന്നും വേണ്ട. ഇനിയൊരു ജീവിതം പോലും എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ മീനാക്ഷി ചോദിക്കാണ്, അപ്പം മോളെ അമ്മേനെ ഇറക്കണ്ടേ? അമ്മ അവിടെ ആരെ വിശ്വസിച്ച സ്റ്റേഷനിൽ കഴിയുന്നത്? മോള് ഇറക്കാൻ ചെല്ലുന്ന കഴിഞ്ഞിട്ടല്ലേ? മോക്ക് വേണ്ടിയല്ലേ ആ അമ്മ ജീവിച്ചത്? അപ്പോൾ ആ അമ്മയ്ക്ക് വേണ്ടി ഇനി മോള് ജീവിക്കണ്ടേ? അച്ഛൻ മോളുടെ കയ്യിൽ അമ്മയെ ഏൽപ്പിച്ചിട്ടാ പോയിരിക്കുന്നേ എന്നൊക്കെ പറയുമ്പോഴേക്കും ഭൂമിയുടെ മനസ്സിന് ഓരോ കോൺഫിഡൻസ് ആവുകയാണ്. മുന്നോട്ടിനി ജീവിക്കണം തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയെന്ന് അവൾ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ഭൂമി അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് മീനാക്ഷിയുടെ കൂടെ നടന്നു പോകണം കേട്ടോ. അപ്പോഴേക്കും ഏകദേശം രാത്രി ആയിട്ടുണ്ട്. ഇതേ സമയം സത്യദാസും അതുപോലെ മാധവനും പിന്നീട് നമ്മുടെ അജയങ്ങൾ കൂടിയിട്ട് വണ്ടിക്ക് ഇങ്ങനെ ഒരു സ്ഥലം വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഒരു സമയത്തായിരിക്കും ഭൂമിയും മീനാക്ഷിയും കൂടി ഇങ്ങനെ ഓപ്പോസിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അവിടെ കുറേ പയ്യന്മാരെന്നുകൊണ്ട് പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ അവന്മാര് ഭൂമിയെ കണ്ടിട്ട് അങ്ങോട്ട് നോക്കടാ, നല്ലൊരു പീസ് പോണോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാണ്. അത്രയും രാത്രിയാകുമ്പോൾ മറ്റാരോടില്ലല്ലോ. അത് ഓർത്തുകൊണ്ട് അവന്മാര് ഇവരെ പിന്നാലെ തന്നെ കൂടുന്നുണ്ട് കേട്ടോ. മീനാക്ഷി ഒന്ന് പോയി തരുമോന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും ഇവർ വീണ്ടും ഭൂമിയുടെ പിന്നാലെ പോവാണ്. ഇത്രയും സുന്ദരിയായ പെൺപിള്ളാരെ കാണാൻ കിട്ടുവാടാ, നോക്കടാ, അതെ ഞങ്ങളുടെ കൂടെ പോരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവന്മാർ മോശമായിട്ടൊക്കെ സംസാരിക്കാണ് കേട്ടോ. അതിലൊരാൾ വന്ന് എനിക്ക് കല്യാണം കഴിക്കാൻ സമ്മതമാണ്, ഇയാൾക്ക് സമ്മതമാണോ എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ നടന്ന് ടോർച്ചർ ചെയ്യാണ്. ഒന്നാമത് ഭൂമി ആകെപ്പാടെ തകർന്ന് തരിപ്പടമായ അവസ്ഥയിലാണല്ലോ. അതിൻ്റെ കൂടെയാണ് ഇവരുടെ വക ഇങ്ങനൊരു ചോദ്യവും കൂടി. അജയുടെ മനസ്സിലാണെങ്കിലും അപ്പോഴും ഭൂമിയെക്കുറിച്ചുള്ള ചിന്തകളാണ് കേട്ടോ. വണ്ടി ഓടിച്ചിട്ട് വരുമ്പോഴും അംബിക പറഞ്ഞല്ലോ എൻ്റെ മോള് അവൾ ഒറ്റയ്ക്കാ സാറേന്ന്. ആ ഒരു വാക്ക് അവൻ്റെ മനസ്സിൽ കിടന്നിങ്ങനെ അലടിക്കുന്നുണ്ട്. അപ്പോഴാണ് കൃത്യമായി മുമ്പിൽ ആ ഒരു കാഴ്ച കണ്ട് ആ കാഴ്ച അജയ് കാണുന്നത്. ആ കാഴ്ച കണ്ട് ശരിക്കും അജയ് ഞെട്ടിപ്പോവാണ്. നോക്കുമ്പോൾ ഭൂമിനെയും ആ ചേച്ചിനെയും കൂടി 3-4 ആണുങ്ങൾ കൂടിയിട്ട് ടോർച്ചർ ചെയ്യാണ്. അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപാടെ അജയ് വണ്ടി ചവിട്ട് നിർത്തുന്നുണ്ട്. അപ്പോഴേക്കും സത്യദാസും പിന്നെ അജയും കൂടി കാറിൽ നിന്ന് പുറത്തിറങ്ങാണ് കേട്ടോ. പുറത്തിറങ്ങിയിട്ട് നേരെ ചെന്ന്
സത്യദാസ് ആണെങ്കിലോ ഭൂമി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിക്കാണ്. അജയ് പിന്നെ പറയണ്ടല്ലോ, 4 അവന്മാർക്കും നല്ല ശരിക്ക് അടി കൊടുത്ത് അവന്മാരെ അടിച്ചൊടിക്കുന്നു കേട്ടോ. എന്നിട്ട് നാളെ രാവിലെ 4 പേരും സ്റ്റേഷനിൽ വന്ന് ഹാജരായില്ലെങ്കിൽ വീട്ടിൽ വന്ന് 4 ഞാൻ പൊക്കും എന്ന് പറയാൻ കേട്ടോ. സോറി സാറെന്നും പറഞ്ഞുകൊണ്ട് ഭൂമിയോടും അവരെ കൊണ്ട് സോറി പറയിക്കുന്നുണ്ട്. എന്നിട്ട് അവന്മാര് അവിടുന്ന് ഓടിപ്പോവാണ് കേട്ടോ. അജയ് പറയുന്നുണ്ട്, അല്ല ഈ രാത്രി എങ്ങോട്ട് പോവാ? മീനാക്ഷി പറയുന്നുണ്ട്, അവിടെ ആരും ഇല്ലല്ലോ മോനെ, ഇവളുടെ അമ്മയാണെങ്കിലോ സ്റ്റേഷനിലല്ലേ, പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഞാൻ ചെന്നപ്പോൾ ഒറ്റയ്ക്ക് കരഞ്ഞളന്നിരിക്കുക. ഇവർക്ക് വേറെ സ്വന്തക്കാരും ബന്ധക്കാരും ഒന്നും ഇവിടെ ഇല്ലല്ലോ. മോള് കരഞ്ഞളന്നിരിക്കുക എന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ടാ ഞാൻ മോളെ കൂട്ടാൻ പോയത് എന്ന് മീനാക്ഷി പറയുന്നുണ്ട്. അജയ് പറയുന്നുണ്ട്, ഭൂമി കുറച്ച് ദിവസത്തേന് ഭൂമി ഇവിടുന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ഭൂമിയുടെ സ്വന്തക്കാരൊക്കെ നാട്ടിലുണ്ടല്ലോ, അച്ഛനും അമ്മയുടെയൊക്കെ ആൾക്കാർ, അങ്ങോട്ട് പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പം ഇല്ല, ഇവിടെ എൻ്റെ അമ്മ ജയിലിൽ കിടക്കുമ്പം ഞാൻ എങ്ങനെയാ സാറേ അവിടെയൊക്കെ പോയി സന്തോഷത്തോടെ കഴിയുക? ഒരിക്കലും ഇല്ല. എൻ്റെ അച്ഛനും അമ്മയും ഞാനും ജീവിച്ച മണ്ണായത്, എൻ്റെ അച്ഛനുറങ്ങുന്ന മണ്ണാ. ഇവിടുന്ന് ഒരിക്കലും ഞാൻ എങ്ങോട്ടും പോയില്ല. എൻ്റെ അമ്മ നിരപരാധിയാണെന്ന് എനിക്ക് തെളിയിക്കണം. എൻ്റെ അമ്മേനെ പുറത്തിറക്കണം. അതിനുശേഷം മാത്രമേ എനിക്കിന് വിശ്രമമുള്ളൂ എന്ന് ഭൂമി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീനാക്ഷിയോട് അജയ് ചോദിക്കുകയാണ്, അല്ല നിങ്ങളിപ്പോൾ എങ്ങോട്ടാ പോണേ? മീനാക്ഷി പറയുന്നുണ്ട്, എൻ്റെ വീടുണ്ടല്ലോ സാറേ, ഇത്ര നാളും ഞാൻ ജോലി ചെയ്തത് ഈ കുഞ്ഞിൻ്റെ കടയിലാണ്. ഒരു ജോലിക്കാരിയെ പോലെയല്ല, ഒരു സഹോദരിയെ പോലെയാ ഈ കുഞ്ഞെന്നെ കണ്ടത്. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ സഹോദരി ഇങ്ങനെ ഒറ്റയ്ക്കിടാൻ ഞാൻ സമ്മതിക്കുമോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞ് മീനാക്ഷി ഭൂമിയെ ചേർത്ത് വിളിക്കുന്നുണ്ട്. സത്യം പറയുന്നുണ്ട്, മോക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ എന്നെ വിളിച്ചാൽ മതി, ഏത് നിമിഷവും ഞാൻ പാർന്നെത്തും. എൻ്റെ സ്വന്തം മോളെപ്പോലെ തന്നെയാ നീ എനിക്ക്, അതുകൊണ്ട് മോൾ ഉപേക്ഷയൊന്നും വിചാരിക്കണ്ട, ഞാൻ എപ്പോഴാണെങ്കിലും വരൂ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സത്യനെ സമാധാനിപ്പിക്കുകയാണ്. മീനാക്ഷിയോടെ കുട്ടിയെ നോക്കിക്കോണം, ഞാൻ വന്നോളാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നും പറയാൻ കേട്ടോ. എന്നിട്ട് ഭൂമിയോട് സത്യം പറയാണ്, മോള് വിഷമിക്കേണ്ട, ഇവനല്ലേ കേസ് അന്വേഷിക്കുന്നത്, എന്തെങ്കിലും ഒരു വഴി നമുക്ക് തെളിഞ്ഞു കാണും. മോളുടെ അമ്മ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്ക് പറയാം, ഇത് മറ്റെന്തോ ഒരു കള്ളക്കളിയാ, അത് ഞങ്ങൾക്ക് മനസ്സിലായി. മോളുടെ അമ്മ തെറ്റ് ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാം. മോളും പ്രാർത്ഥിക്ക്, ഞങ്ങളും പ്രാർത്ഥിക്കാം, ഇനിയിപ്പോൾ അതല്ലേ ഉള്ള വഴി എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. കയറി വാ, ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വണ്ടിയിൽ തന്നെ കൊണ്ട് മീനാക്ഷിയുടെ വീട്ടിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭൂമി ഒരു ചത്ത ശവം പോലെ കയറി അകത്തേക്ക് കയറി പോവാണ്. അത് കണ്ട് സത്യനും അതുപോലെ അജയ്ക്കൊക്കെ നല്ല വിഷമം വരുന്നുണ്ട് കേട്ടോ. സത്യദാസ് പറയാണ്, പാവം കുട്ടി എന്ന് ചിരിച്ചു കളിച്ച് ഓടി നടന്ന കുട്ടിയാ, ഇത്രയും മനസ്സിൽ വിഷമമുള്ള ആളാണെന്ന് ആർക്കും അറിയില്ലായിരുന്നല്ലോ. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം മാറി മറിഞ്ഞില്ലേ. അച്ഛനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന മകളാ. ആ അച്ഛന് വേണ്ടി എന്ത് നല്ല കാര്യമാണ് ഇന്നലെ ചെയ്യാൻ പോയത്. ഏതെങ്കിലും മക്കൾ ചെയ്യുന്ന കാര്യമാണോ? എന്നിട്ട് അവസാന നിമിഷം ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ എന്ന് പറയുന്നു കേട്ടോ. അജയ് പറയാണ്, അതെ, വല്ലാത്ത കഷ്ടം തന്നെയാ ആ കുട്ടിയുടെ കാര്യം. ആ അമ്മയുടെ അങ്ങനെ തന്നെയാ. ഭൂമി ഒറ്റയ്ക്കാന്ന് പറഞ്ഞ് അവർക്ക് ഭയങ്കര വിഷമാ. അല്ലടാ, എനിക്കൊരു ഡൗട്ട്, അവർ തന്നെയാണോ ശരിക്കും ആ അച്യുതാനന്ദനെ കൊന്നത്, അതോ മറ്റേതെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോ? അങ്ങളെ സാഹചര്യ തെളിവുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ തെളിവുകളെല്ലാം അവർക്കെതിരാ. കാരണം ആ വീട്ടിലേക്ക് മറ്റുള്ള വന്നതിൻ്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. അതുപോലെ തന്നെ ആ എഴുത്ത്, അതാണ് ഏറ്റവും പ്രധാനം. ഇവർ സ്കിറ്റ് അഭിനയിക്കാനാണെന്നൊക്കെ പറഞ്ഞാലും അതിന് തെളിവില്ലല്ലോ. പിന്നെ പുറത്തു നിന്ന് അത്രയും പേരും കേട്ടതല്ലേ, അങ്കിള് സഹിതം കേട്ടതല്ലേ അവിടെ ആ ഒരു പ്രശ്നം നടക്കുന്നത് പോലെ കൊല്ലും നിന്നെ തീർക്കും എന്നൊക്കെ പറഞ്ഞ് അവർ ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങൾ കേട്ടതാണല്ലോ. അത്രയും പേരുടെ മൊഴിയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിക്കാത്തത്. നമ്മൾ കയറി ചെന്നപ്പോൾ ആ കത്തി വലിച്ചൂർന്നൊന്നും കണ്ടതല്ലേ. അതുകൊണ്ട് എല്ലാ തെളിവുകളും 100% ആ സ്ത്രീക്കെതിരാ. എന്ത് ചെയ്യണമെന്നാണ് ഞാനും ആലോചിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തണേ മോനെ, അവർ തെറ്റ് ചെയ്തിരിക്കില്ല എന്ന് നമുക്ക് ഉറപ്പല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ നേരെ സൗഭാഗ്യപുരത്തേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ഭൂമിയാണെങ്കിൽ ആകെപ്പാടെ കരഞ്ഞു തളർന്ന് ഒരു മുറിയിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് മീനാക്ഷി ഭക്ഷണങ്ങൾ കൊടുക്കുമ്പം എനിക്ക് വേണ്ട ചേച്ചി എന്ന് പറയാണ്. ഇങ്ങനെ കിടന്ന് വല്ല അസുഖം വരുത്തി വെച്ചാലേ ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വരും. നിന്റെ അമ്മയെ രക്ഷപ്പെടുത്തണ്ടേ? നമുക്ക് അമ്പയെ ചേച്ചിനെ എത്രയും പെട്ടെന്ന് ഇറക്കിക്കൊണ്ട് വരണം. അതിന് നീ കരുത്തോടെ എണീച്ചാൽ മാത്രമേ പറ്റുള്ളൂ ഭൂമി. നീയാ ഈ ലോകത്ത് അവരുടെ എല്ലാം.
അതുകൊണ്ടാണ് നിനക്ക് വരെ ഭൂമിജാന്ന് പേരിട്ടത്. അവരുടെ ആകാശവും ഭൂമിയും എല്ലാം നീയായിരുന്നു. നീ മാത്രമായിരുന്നു അവരെല്ലാം. നിനക്ക് വേണ്ടിയാ അവർ ജീവിച്ചത്. ഇപ്പോൾ അച്ചുവേട്ടൻ പോയി. അത് നിന്റെ അമ്മയ്ക്ക് താങ്ങാനാവുന്നതിലപ്പുറമാണ്. ഇനി നീയുള്ളത് മാത്രമാണ് അവർക്കേക ആശ്വാസം. അതുകൊണ്ട് നീ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാലും അംബിക ചേച്ചിനെ പുറത്തിറക്കണം. അതുകൊണ്ട് ഇതൊക്കെ കഴിക്കുന്ന പറയാണ് കേട്ടോ. അങ്ങനെ അവർ നന്നായി മോട്ടിവേറ്റ് ചെയ്ത് അവളെ കൊണ്ട് ആഹാരമൊക്കെ കഴിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭൂമി മനസ്സെല്ലാം മനസ്സിലൂടിയിട്ട് ആ ആഹാരം കഴിക്കുന്നുണ്ട്. ഇതേ സമയത്ത് സ്റ്റേഷനിലേക്ക് അജയ് പോകുന്നുണ്ട്. അങ്ങനെ അംബികയ്ക്ക് ഭക്ഷണമൊക്കെ എത്തിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് സാറേ, എൻ്റെ മോളെന്ന് പറയുമ്പം നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ വൈകുന്നേരം കണ്ടായിരുന്നു. നിങ്ങളുടെ മോളുടെ കടയിൽ ജോലി ചെയ്യുന്ന ആ മീനാക്ഷിയില്ലേ, അവരുടെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്. അവൾ സേഫാ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാനതുകൊണ്ട് വീട്ടിലേക്ക് ആക്കിയത് എന്ന് പറയുമ്പം അവർക്ക് കുറച്ച് സമാധാനമാവുന്നുണ്ട് കേട്ടോ. തെളിവുകളെല്ലാം നിങ്ങൾക്കെതിരാ. എന്തെങ്കിലും ലൂഹോൾ എന്തെങ്കിലും കിട്ടിയാൽ അതിൽ നമുക്ക് പിടിച്ചു കയറായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അയാൾ എപ്പോൾ വന്നു, എങ്ങനെ വന്നു ഒന്നും അറിയില്ലല്ലേ? അറിയില്ലേ സാർ. അത്രയും പേരുണ്ടായിരുന്നപ്പോൾ എങ്ങനെ വന്ന് കയറിയെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. എനിക്കറിയില്ല സാർ. എൻ്റെ അച്ചുവേട്ടൻ ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. ഞാൻ ബോധം കെട്ട് കിടക്കായിരുന്നു. ഉണർന്നപ്പോൾ കാണുന്നത് അച്ചുവേട്ടൻ ഇങ്ങനെ നിൽക്കുന്നതാ. പുറകെ നോക്കിയപ്പോഴാ കത്തി കുത്തി നിലയിൽ കാണുന്നത്. സത്യമായിട്ടും എനിക്കറിയില്ല സാറേ. വന്നത് ആരാണെന്നും എനിക്കറിയില്ല. അയാളൊരു തൊപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു മങ്കി ക്യാപ്പ്. ആൾക്ക് അത്യാവശ്യം പൊക്കമുണ്ട്, വലിയ വണ്ണമൊന്നുമില്ല. കുറച്ച് പ്രായമുള്ള പോലൊക്കെ തോന്നിക്കുന്നത് എന്തൊക്കെ പറയാൻ കേട്ടോ. അയാൾ എന്തെങ്കിലും സംസാരിച്ചോ? ഇല്ല, ഒരു വാക്ക് പോലും സംസാരിച്ചില്ല. വന്ന പാടെ തന്നെ അച്ചുവേട്ടനെ ആക്രമിക്കുകയായിരുന്നു. ഞാൻ തടയാൻ ചെന്നപ്പോൾ എന്നെ പിടിച്ച് തള്ളി. അതോടുകൂടി എൻ്റെ ബോധം പോയി. അതാ സാറേ സംഭവിച്ചത് എന്ന് പറയുന്നു കേട്ടോ. ഞാനെന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അജയ് പോവാണ് കേട്ടോ. അവരാണെങ്കിലോ അവിടെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് ആ മൂലയ്ക്ക് ഇരിക്കുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു, ജയിലിലുമായി. വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അവരോട് ഇരിക്കുന്നു കേട്ടോ. ഇതുപോലെ വിവാഹദല സീരിയലിൻ്റെ എല്ലാ അപ്കമിങ് സ്റ്റോറീസ് നമ്മുടെ ചാനലിലൂടെ ഇനി എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മിസ്സാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.